നമസ്കാരം, ഞാൻ ഷാലു വിനു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ട് ഒരു വഴുതനങ്ങ മസാലയൊക്കെ പുരട്ടി മെഴുക്കുപുരട്ടി ആക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് നല്ല കിടുക്കൻ ടേസ്റ്റിൽ ഈ മെഴുക്കുപുരട്ടി തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇതിൽ നമ്മൾ ഒരുപാട് എണ്ണയൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വഴുതനങ്ങ ഇതേപോലെ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ 2-3 തവണ വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പില വേണം, നമുക്ക് മുളക് പൊടി വേണം, ഒരു 2-2.5 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും, 1 ടീസ്പൂൺ ഗരം മസാലയും, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഗരം മസാലയ്ക്ക് പകരം വേണമെങ്കിൽ മീറ്റ് മസാലയോ ചിക്കൻ മസാലയോ യൂസ് ചെയ്യാം. ഇതിൽ മെയിനായിട്ട് നമ്മൾ മസാലയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കണം. നമുക്ക് ആദ്യം തന്നെ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ വഴുതനങ്ങയിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 3/4 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ഈ ഗരം മസാലയുടെ കൂടെ ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാൻ ഓൾറെഡി ഇത് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടാണ് കഴുകി വെച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് എക്സ്ട്രാ മഞ്ഞൾപ്പൊടി ചേർക്കാത്തത്. അങ്ങനെ നിങ്ങൾ മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകിയില്ലെങ്കിൽ എക്സ്ട്രാ ചേർക്കണേ. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഈ പൊടികളെല്ലാം ഈ വഴുതനങ്ങയുടെ എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതപ്പം തന്നെ മെഴുക്കുപുരട്ടി ആക്കി എടുക്കാം. പക്ഷേ എന്നാലൊരു 10-15 മിനിറ്റ് വെച്ചിട്ട് മെഴുക്കുപുരട്ടി ആക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ ഫ്ലേവർ എല്ലാം നല്ലോണം വഴുതനങ്ങയിൽ ഇറങ്ങും. ഇനി നമുക്കൊരു പാനിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എണ്ണയൊക്കെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് ഉള്ളി കൂടെ അരിഞ്ഞിടാം കേട്ടോ. സവാളയോ ചുവന്നുള്ളിയോ എന്തെങ്കിലും അരിഞ്ഞിടാം. ഞാനിപ്പോൾ ഇതിൽ സവാളയൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഈ വഴുതനങ്ങ മാത്രം മെഴുക്ക് പുരട്ടിയാണ് എടുക്കുന്നത്. ഇത് എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ പെരണ്ട് വരണം. അപ്പം നമുക്കിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ച് ഒരു ആവി വന്നാൽ മതിയാവും. 1 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം 2 മിനിറ്റ്. അതിനുശേഷം നമുക്കിത് തുറക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഈ മെഴുക്ക് പുരട്ടി ചെയ്യാനായിട്ട്. ഫ്ലെയിമൊക്കെ കൂടിപ്പോയാൽ ഇത് കരിഞ്ഞു പോവും. ഇപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ വഴുതനങ്ങയൊക്കെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഒരുപാട് നേരം നമ്മൾ മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കുഴഞ്ഞു പോവും. അതുകൊണ്ട് ഒരുപാട് നേരം നമ്മൾ മൂടി വെച്ച് വേവിക്കാൻ പാടില്ല. ഇതിപ്പോൾ എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആയതിനു ശേഷം നമുക്കൊരു 4-5 മിനിറ്റ് ഇത് ആവശ്യത്തിന് പെരണ്ട് വരുന്നത് വരെ ഒന്ന് വഴട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഒരുപാട് നേരം നമ്മളിങ്ങനെ ഇളക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഇൻ്റർവെൽസിലൊന്ന് ഇളക്കിയെടുത്താൽ മതിയാവും. ഇപ്പം നമ്മുടെ വഴുതനങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ എണ്ണയിൽ കിടന്ന് മീഡിയം ഫ്ലെയിമിൽ നല്ലതുപോലെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർക്കാം. കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഇതിൻ്റെ മേലെ ഒന്ന് തൂവി കൊടുക്കാം. നമ്മളിങ്ങനെ ലാസ്റ്റായിട്ട് കുറച്ച് വെളിച്ചെണ്ണ തൂവുകയാണെങ്കിൽ നമ്മുടെ ഈ മെഴുക്ക് പുരട്ടിക്ക് നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും, ടേസ്റ്റും ഉണ്ടാവും. ഇപ്പം നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഈ വരുന്ന ആവിയെല്ലാം നല്ല മണമാണ്.
ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള വഴുതനങ്ങ മസാല ഫ്രൈ റെഡി ആയി കഴിഞ്ഞു. നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇളക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതേപോലെ ഇത് ചപ്പാത്തിക്കും നല്ലൊരു കോമ്പിനേഷനാണ്. ഇത് മസാലയൊക്കെ ചേർത്ത് ചെയ്യുന്നത് കൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ ഒരുപാട് എണ്ണ ഇതിൽ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് ലൈക്ക് ചെയ്യാൻ പറയണേ. താങ്ക്